സീൻ മാറ്റാൻ രംഗണ്ണനും പിള്ളേരും എത്തുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. സീൻ മാറ്റാൻ രംഗണ്ണനും പിള്ളേരും എത്തുന്നു. അങ്ങനെ രംഗണ്ണനും പിള്ളേരും എത്തുകയാണ്. ആവേശത്തോടെ അത്യപൂർവമായിട്ടുള്ള കാഴ്ചകളുമായി നമ്മുടെ മനസ്സുകളെ കുളിരണിയിക്കാൻ ഏപ്രിൽ 11 രംഗണ്ണനും പിള്ളേരും രംഗപ്രവേശം ചെയ്യും. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. രാവിലെയാണ് ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തു വന്നത്. ആവേശം എന്ന ചിത്രം ജിത്തു മാധവൻ എന്ന ഡയറക്ടറുടെ മറ്റൊരു കിടിലൻ സിനിമയായിരിക്കുമെന്ന പ്രതീക്ഷകളാണ് യുവാക്കൾക്കെല്ലാം ഉള്ളത്. സൂപ്പർ ഹിറ്റ് ചിത്രമായ രോമാഞ്ചം എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ എത്തി. പ്രേക്ഷക മനസ്സുകളിൽ തീപ്പാറിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത പോസ്റ്ററിൽ ആളിക്കത്തുന്ന ഒരു തീക്കുപ്പി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന രംഗനെയും പശ്ചാത്തലത്തിൽ രംഗന്റെ പിള്ളേരെയും നമുക്ക് കാണാൻ സാധിക്കും. പോസ്റ്ററുകളും പുറത്തിറങ്ങിയ ഗാനവും സൂചിപ്പിക്കുന്നത് ആവേശം ഒരു മുഴുനീള എന്റർടൈനർ തന്നെയായിരിക്കും എന്നതാണ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം പെരുന്നാൾ വിഷു റിലീസായി ഏപ്രിൽ 11 തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ. കോളേജ് പിള്ളേരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രമാണ്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുക്കിയിരിക്കുന്ന ആവേശം എന്ന ചിത്രം. ഭീഷ്മപർവം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം A&A റിലീസ് വിതരണം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ആവേശം. ഫഹദിന് പുറമെ മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സച്ചിൻ ഗോപു, പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ, മിഥുൻ JS, റോഷൻ ഷാനവാസ്, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ, ശ്രീജിത്ത് നായർ, തങ്കം മോഹൻ തുടങ്ങിയ നിരവധി പേർ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. സമീർ താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. രോമാഞ്ചത്തിലെ ഹിറ്റ് കൂട്ടുകെട്ട് ആവർത്തിച്ചുകൊണ്ട് വിനായക ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. എഡിറ്റർ വിവേക് ഹർഷനാണ്. പ്രൊഡക്ഷൻ ഡിസൈനർ അശ്വിനി കാലെ. വസ്ത്രാലങ്കാരം മഷർ ഹംസ. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത്. കാരണം മലയാളം സിനിമ ഇപ്പോൾ നിൽക്കുന്ന ഹൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. 2023 വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു രോമാഞ്ചം. അങ്ങനെ നോക്കുമ്പോൾ 2024 ഒട്ടനവധി ഹിറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെ മൂല്യം തന്നെ മാറിയിരിക്കുന്ന കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു 100 കോടിയിലേക്ക് ഈ ചിത്രം നടന്നെടുക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് മലയാള സിനിമയെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന യുവതലമുറ. അവർ ആഗ്രഹിക്കുകയാണ് ഈ ചിത്രവും 100 കോടിക്ക് മുകളിൽ ചെന്ന് മലയാള സിനിമയുടെ ഖ്യാതി ലോകമാസകലം അറിയിക്കുന്ന ഒരു ചിത്രമായി മാറട്ടെ എന്ന്. ഏതായാലും പെരുന്നാൾ വിഷു റിലീസായി എത്തുന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. പുതിയ പോസ്റ്റർ അങ്ങനെ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന രംഗൻ എന്ന കഥാപാത്രത്തിന്റെ ആ ലുക്ക് തന്നെ ആളുകളെ ആകർഷിക്കുന്നതാണ്. ചിത്രത്തിന്റെ അദ്ദേഹത്തിന്റെ കഥാപാത്രവും ഒരു രസികൻ കഥാപാത്രമാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇതുവരെ കാണാത്ത അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാവം നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ചിത്രം ആവേശപൂർവ്വമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി ആവേശോജ്വലമായ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.